പോവാണ്? ഷാർജ വരെ പോവാണ്. നാളെ നമ്മുടെ കമ്മണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ ടീംസ് ഇതാ നമ്മൾ കമ്മണിയുടെ ബർത്ത്ഡേ കൂടാൻ വേണ്ടി പോവാണ്. സോ താഴെ അവർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം പോട്ടെ. അങ്ങനെ നമ്മൾ പെട്ടീനും കുട്ടീനും എല്ലാം എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ ഓൾറെഡി അവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ കയറ്റിയിട്ട് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, 2.5-3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഉണ്ടാപ്പ് ചിന്നുവിൻ്റെ മേത്ത് കിടന്നിട്ട് അങ്ങനെ പാവം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ഇതാ ഗ്ലോബൽ വില്ലേജിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ സംഭവം ഇപ്രാവശ്യം നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ ഇവിടുന്നും കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അവസാനം നമ്മൾ അബിയേട്ടൻ്റെ ഫ്ലാറ്റിലോട്ട് എത്തി. നമ്മളെന്തോ വീട് മാറി താമസിക്കാൻ വരുന്നില്ല ചോദിക്കും. കമ്മണി കമ്മണി കമ്മണി. അയ്യോ ശിബിയേട്ടനെ ചവിട്ടുന്ന കമ്മണി അതാരത്? അങ്ങനെ കൺമണീനെ കണ്ടപ്പോഴുള്ള ഉണ്ടാപ്പൂൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടില്ല. ഉണ്ടാപ്പിന് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്തല്ലേ ചെന്ന്, അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഉണ്ടാപ്പു. അങ്ങനെ പിള്ളേരെ സ്നേഹപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് അബിയേട്ടൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കപ്പയും മീൻകറിയായിരുന്നു, അയിലക്കറിയായിരുന്നു. ഷാപ്പ് സ്റ്റൈൽ കറി എന്നൊക്കെയാണ് അബിയേട്ടൻ പറഞ്ഞത്. പക്ഷേ സംഭവം എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് കപ്പയും മീൻകറിയും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സംഭവം അടിപൊളി കറിയായിരുന്നു. കപ്പയും മീൻകറിയും കൂടാണ്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കപ്പയും മീൻകറിയും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പാതിരാത്രിയായിട്ട് നമ്മുടെ 2 പിള്ളേർക്കും കിടന്നുറങ്ങണം എന്നുള്ള യാതൊരുവിധ ചിന്തയില്ല. അവർ ഭയങ്കര കളിയിലായിരുന്നേ. സമയം പാതിരാത്രിയായിട്ടും പിള്ളേർക്ക് ഉറങ്ങാനുള്ള യാതൊരുവിധ ലക്ഷണമില്ല. ചന്തു ആണെങ്കിൽ അവരെ കാല് പിടിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഉറങ്ങുക വേണ്ടിട്ട്. അബിയേട്ടനാണെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ സ്ഥിരമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ പാതിരാത്രി അവരെ 2 പേരെ 2 സ്ഥലത്താക്കി കൊണ്ടുപോയി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറക്കി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഇന്നാണ് നമ്മുടെ കൺമണിക്കുട്ടിയുടെ ബർത്ത്ഡേ. January 12th. കമ്മണിക്ക് 2 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ കമ്മണി. 2 വയസ്സായി. നീ നോക്കണ്ട. അപ്പോൾ നേരത്തെ കണ്ടത് ഷിബിയേട്ടനും നിമ്മിയും കൂടെ കൺമണിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ രണ്ടാളും അത് വെച്ച് കളിക്കായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് റെഡിയായി. ഇനി കൺമണിയുടെ അച്ഛനും അമ്മയും റെഡി ആവാനുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഇന്ന് മംസർ എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ് പോകുന്നത്. കൺമണിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് 1 by 1 ആയിട്ട് എല്ലാവരും റെഡി ആവുമായിരുന്നു. അങ്ങനെ ഇതാണ് ബർത്ത്ഡേ ഗേളിൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം. സെയിം കോസ്റ്റ്യൂം ഉണ്ടാപ്പിക്കുന്നുണ്ട്. ഷിബിയാട്ടനും നിമ്മിയും അവരുടെ ബർത്ത്ഡേക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു കൊടുത്തതായിരുന്നു. എന്റെ കൈ കഴിക്കും. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതാ പോവുകയാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷിബിയേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. അബിയേട്ടൻ്റെ കൂടെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ പോവുകയാണ്. കാറ് കയറിയപ്പോഴേക്കും ഉണ്ടാപ്പൂവിന് വിശന്നു. ഉണ്ടാപ്പൂ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഉണ്ടാപ്പൂവിൻ്റെ ഒരു ഫേവറേറ്റാണ് ക്രീം ബിസ്ക്കറ്റ്. അങ്ങനെ നമ്മൾ മംസർ പാർക്കിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ കൺമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടല്ല, നമ്മുടെ ഒരു കുഞ്ഞു, നമ്മുടെ ഫാമിലി പോലത്തെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാം ആയിട്ടുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷനാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ കൺമണിക്ക് 2 വയസ്സായില്ലേ. കറക്റ്റ് ഇവർ തമ്മിൽ 1 മാസത്തെ വ്യത്യാസമുള്ളൂ. കൺമണി January 12th, ഉണ്ടാപ്പൂ February 12th. അങ്ങനെ അപ്പോൾ അടുത്ത മാസം ഉണ്ടാപ്പൂനും 2 വയസ്സും, 12th ഉണ്ടാപ്പൂന് 2 വയസ്സാവും. അങ്ങനെ ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ. കാരണം നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എല്ലാം നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നല്ല നല്ല ഫ്ലവേഴ്സും, ഈ വിൻ്റർ സീസണിലാണ് ഇവിടെ കൂടുതൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളിതാ സ്പോട്ടിലെത്തി. അൽ മംസർ. ഇവിടെ തന്നെ ബീച്ചും ഉണ്ട്, അതേപോലെ തന്നെ പാർക്കും ഉണ്ട്. ബീച്ച് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂസായിരുന്നു. ആ ഒരു കളറും ആ ഒരു ഫ്ലവേഴ്സും എല്ലാം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ടിടാം. കാരണം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് വീഡിയോ. സോ അത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടണേ. സോ നമ്മളവിടെ എത്തി, നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി. അവിടെ നമുക്ക് ഇനി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേക്ക് മുറി കാര്യങ്ങളൊക്കെ. സോ അത് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടാറ്റാ ബൈ.